എലപ്പുള്ളി സ്പിരിറ്റ് ഉത്പാദന ബ്രൂവറി വരുന്നതിൽ പ്രദേശവാസികൾക്ക് ആശങ്കയില്ലെന്ന് എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിന് എങ്ങനെ പറയാൻ കഴിയുമെന്ന് എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക്കല്ലെന്ന് മന്ത്രി പറഞ്ഞ് അറിയേണ്ടെന്നും രേവതി ബാബു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അല്ല, അത് കൂട്ടത്തിൽ മന്ത്രി ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ജനങ്ങൾക്ക് ആശങ്കയില്ല, ഇവരെ പിന്നെ എന്തിനാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് എന്ന്. 179 ആള് ഒപ്പിട്ടിട്ടുള്ള ഗ്രാമസഭ മിനിറ്റ്സ് അവിടെയുണ്ട്. ഏകപക്ഷീയമായിട്ട് അവിടുത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റ് അവിടെ പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയത്തിന്റെ പേരിൽ ചർച്ച നടത്തി. ആ ചർച്ചയിൽ നാട്ടുകാരും എല്ലാ പ്രതിനിധികളും പങ്കെടുത്ത് സംസാരിച്ചു. ഏകപക്ഷീയമായിട്ട് ആ പ്രമേയം അംഗീകരിച്ചു, കൈയടിച്ച് പാസാക്കി. അപ്പൊ ഇതിനെയൊക്കെ മന്ത്രി എന്തിനാണ് വിമർശിക്കുന്നത്? നമ്മൾക്ക് എന്താണ് പെട്ടെന്ന് ഇന്നലെ ഒരു റോഡ് എടുക്കുവോ ബിൽഡിംഗ് എടുക്കുവോ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായോ? എന്താണ് ഒരു വാർത്താ സമ്മേളനം? അതിനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ മറുപടി ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് അല്ലെ? നമ്മളിപ്പോ അവതരിപ്പിച്ചതിൽ മുഴുവൻ പറഞ്ഞ രാഷ്ട്രീയ കാര്യങ്ങളല്ലേ? ഞങ്ങള് രാഷ്ട്രീയം പറഞ്ഞത് പറയാമോ? അല്ല, 2 എല്ലിന്റെ ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഞാനാദ്യം വിചാരിച്ചത് മറ്റേ ലിക്കർ കേരളത്തിന്റെ വസ്തുത. കേരളത്തിലെ എത്ര വരുമാനം? ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരൊറ്റ മിനിറ്റ്. അതെന്താ ചെയ്യാ? 2 എല്ല് മാറ്റി വേറെന്താ ചെയ്യുന്നത്? 2 എല്ലില്ലാത്ത സർക്കാർ ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം കൂടി എലപ്പുള്ളിയെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കാരണം കർഷകരിൽ നിന്ന് പാലക്കാട് ജില്ലയിലെ മുഴുവൻ കർഷകരുടെയും നെല്ല് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കർഷകരുടെ ഷെയർ വാങ്ങി കോടിക്കണക്കിന് രൂപയും ഗവൺമെന്റിന്റെ കോടിക്കണക്കിന് രൂപ ഗ്രാന്റും ഉപയോഗിച്ച് തുടങ്ങിയ സഹകരണ സ്ഥാപനം പാഡിക്കോ ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ 24 കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടത് നഷ്ടത്തിലാണ്, പൂട്ടിക്കിടക്കുകയാണ്. ഇന്ന് അരി ഉൽപാദനത്തിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ കമ്പനി പൂട്ടിയിടുകയും 600 കോടി രൂപ മുതൽ മുടക്കി കരിമ്പട്ടികയിൽ പെട്ടിട്ടുള്ള ഒരു കമ്പനിയെ എലപ്പുള്ളിയിൽ കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതാണ് പറയുന്നത്. കാർഷിക മേഖലയ്ക്ക് എന്തിനാണ് ഒയാസിസ് പോലുള്ള ഒരു മദ്യ കമ്പനി? എന്തിനാണ്? അതൊന്നും വേണമെന്നല്ല ഞാൻ പെട്ടെന്ന് ഈ സമരരംഗത്തേക്ക് വരാനുള്ള ഒരു കാരണം മന്ത്രിയുടെ ഒരു പ്രസ്താവനയും അതിന്റെ ഒരു മറുപടിയും രാഷ്ട്രീയമാണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. വേറെ വിഷയമല്ല. പിന്നെ കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ ഈ ഇറക്കുമതിയും ഉദാരവൽക്കരണമൊക്കെയാണ് കാർഷിക മേഖലയുടെ. അത് എപ്പോഴും മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും കർഷക ആത്മഹത്യ ഉണ്ടാകുന്നത് ഉദാരവൽക്കരണ നയങ്ങളുണ്ട്. ഇപ്പൊ രാഷ്ട്രീയം പറഞ്ഞ ഞാൻ ഈ വിഷയം എന്താണെന്ന് അറിയാൻ ചോദിച്ചാൽ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഓയാസിസ് മദ്യ കമ്പനി കുഴപ്പക്കാരല്ലെങ്കിൽ മന്ത്രിയുടെ മണ്ഡലമായ തൃത്താലയിൽ സ്ഥാപിക്കണമെന്നും രേവതി ബാബു പറഞ്ഞു. എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട മദ്യനിർമ്മാണശാലയുടെ പ്രവർത്തനത്തെ എന്തു വില കൊടുത്തും ജനങ്ങൾ ചെറുക്കും. ഇക്കാര്യത്തിൽ എലപ്പുള്ളിയിലെ ഭൂരിപക്ഷം ജനങ്ങളും കേരളത്തിലെ സമാധാന കക്ഷികളായ ജനങ്ങളും ഒറ്റക്കെട്ടാണ്. രാഷ്ട്രീയ സാമുദായിക ചിന്തകൾക്കതീതമായ വികാരമാണിത്. കേരളത്തെ മദ്യാലയവും എലപ്പുള്ളിയെ മരുഭൂമിയുമാക്കുന്ന സർക്കാരിന്റെ വികലമായ നയത്തെ കേരള ജനത ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. മന്ത്രി രാജേഷിന്റെ കഴിഞ്ഞ ദിവസത്തെ അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ വിവേകമില്ലായ്മയെയും പക്വതയില്ലായ്മയെയും ധാർഷ്ട്യത്തെയുമാണ് വെളിപ്പെടുത്തുന്നത്. കേരളം ഒരു സ്വതന്ത്ര രാജ്യമല്ലെന്നും രാജേഷ് രാജാവല്ലെന്നുമുള്ള തിരിച്ചറിവുണ്ടാകണം. ജനാധിപത്യ രാജ്യത്തെ ജനവികാരത്തെയും നീതിന്യായ വ്യവസ്ഥകളെയും അട്ടിമറിച്ച് മുന്നോട്ടു പോകാൻ ഒരു ഭരണാധികാരിക്കും കഴിയില്ല. മദ്യത്തിന്റെ ഉപഭോഗവും ഉത്പാദനവും വ്യാപനവും പടിപടിയായി കുറയ്ക്കുമെന്ന LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം പൊള്ളയായിരുന്നുവെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ LDFലെ നട്ടലുള്ള ഘടകകക്ഷികൾ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷ. എലപ്പുള്ളിയിൽ വരുന്ന ബ്രൂവറിക്കെതിരെ എലപ്പുള്ളി പഞ്ചായത്ത് പ്രത്യേക ഗ്രാമസഭ കൂടി പ്രമേയം പാസാക്കിയിരുന്നു. പ്രത്യേക ഗ്രാമസഭയിൽ CPM പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്ത കോൺഗ്രസും മദ്യവിരുദ്ധ സമിതികളും പ്രചരിപ്പിച്ചതോടെ വിവാദമായിരുന്നു. എക്സൈസ് വകുപ്പിന്റെ വിഷൻ 2030 ചേർന്നായിരുന്നു മദ്യ കമ്പനിക്കു വേണ്ടിയുള്ള മന്ത്രിയുടെ വാദം. ഇതിനെതിരെയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു, പോരാട്ടം ജനകീയ ചീഫ് കോർഡിനേറ്റർ ജോർജ് സെബാസ്റ്റ്യനും പ്രതികരിച്ചത്. ബ്രൂവറി വിരുദ്ധ പോരാട്ടത്തിന് കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ സഭകൾ, മദ്യവിരുദ്ധ സംഘടനകൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മത സംഘടനകളുടെയും പിന്തുണയുണ്ടെന്നും ഇരുവരും പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സമിതി ഭാരവാഹികളായ S. സുനിൽകുമാർ, സന്തോഷ് പള്ളത്തേരി, V. ശിവൻ, D. രമേശൻ, P. തങ്കച്ചൻ എന്നിവരും പങ്കെടുത്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മന്ത്രി നടത്തിയ പ്രസ്താവന അത് അദ്ദേഹത്തിന്റെ ഒരു വിവേകമില്ലായ്മയോ പക്വതയില്ലായ്മയോ എന്താണ് അതിനെ നിശ്ചയിക്കുന്നത് അറിയില്ല. ഏതായാലും അദ്ദേഹത്തിന് തലയിൽ ചെയ്യുന്നത് തൊപ്പി അദ്ദേഹം വെച്ചു എന്നപ്പോൾ ഞാൻ പറയാം. ഞങ്ങൾ ഈ വിഷയത്തെ വളരെ പക്വതയോടെയാണ്. എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട മദ്യനിർമ്മാണശാല
അതിൻ്റെ പ്രവർത്തനത്തെ എന്ത് വില കൊടുത്തും ഈ സമിതി ഇലപ്പുള്ള ജനങ്ങൾ ചെറുത്ത് തോൽപ്പിക്കും എന്നാണ് ഈ സമിതിയുടെ പേരിൽ ഇലപ്പുഴയിലെ മുഴുവൻ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മന്ത്രി അടക്കമുള്ള ഭരണാധികാരികളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇത് കേരളത്തിലെ സമാധാനകാംക്ഷികളായ ജനങ്ങളുടെ മുഴുവൻ വികാരമാണ്. ഇതിനകത്ത് രാഷ്ട്രീയമില്ല, മതമില്ല. ഈ നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾ ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത് ഇറങ്ങി പ്രകടനപത്രയിൽ പറയുന്നത് പടിപടിയായി ഞങ്ങളുടെ മദ്യ വ്യാപനം, മദ്യത്തിന് ഉപഭോഗം, മദ്യ ഉത്പാദനം ഇതൊക്കെ കുറയ്ക്കുമെന്നുള്ള പ്രകടനപത്രത്തിൽ പറയുന്നുണ്ട്. ബഹുമാനായ EK നായനാരും അച്യുതാനന്ദനും കേരളം ഭരിച്ചപ്പോൾ ഇത്തരം ശ്രമങ്ങൾ വന്നപ്പോഴൊക്കെ അവർ കൃത്യമായി നിലപാടെടുത്ത് ഇത് വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. ആ പാരമ്പര്യത്തിൽ നിൽക്കുന്ന പാർട്ടിയും അവരുടെ ആളുകളുമാണ്. എന്ത് വില കൊടുത്തും ഇവിടെ മദ്യ ഉത്പാദനം കൂട്ടുന്നത് നിലപാടെടുക്കുകയാണ്. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.